നെടുമ്പാശ്ശേരിയിലെ ഐവിനെ കൊല്ലാൻ കാരണം വീഡിയോ പകർത്തിയതിലെ പ്രകോപനമെന്ന് CISF ഉദ്യോഗസ്ഥന്റെ മൊഴി. നാട്ടുകാർ എത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും രണ്ടാം പ്രതി മോഹനൻ മൊഴി നൽകി. ഐവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കമാണ് വലിയ ഒരു കൊലപാതകത്തിലേക്ക് പോലും വഴിവെച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന മൊഴികളിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഗുഡ് മോർണിംഗ് സഹിൻ. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ കൊന്നത് ഈ CISF ഉദ്യോഗസ്ഥർക്കുണ്ടായ ഒരു പ്രകോപനമാണെന്നാണ് പറയുന്നത്. അത് പ്രകോപനത്തിന് കാരണമാകട്ടെ ഈ CISF ഉദ്യോഗസ്ഥർ ഈ ഐവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് അവരുടെ വാഹനം കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്നു. സ്വാഭാവികമായും എല്ലാ മനുഷ്യരെ പോലെ ഐവിനും അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവർ നിർത്താതെ പോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ വാഹനത്തിന് മുന്നിൽ നിന്ന് അത് വീഡിയോ എടുത്തത് ഈ CISF ഉദ്യോഗസ്ഥർ പ്രകോപനം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ മോഹൻ എന്ന് പറയുന്ന CISF ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഐവിൻ വാഹനത്തിൻ്റെ ബോണറ്റിലിരുന്നു. സ്വാഭാവികമായും അങ്ങനെയാണല്ലോ, വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ഇടിച്ചു തെറിച്ച് ആ വാഹനത്തിന് മുന്നോട്ടിരിക്കും. അപ്പോൾ ഈ മോഹൻ വാഹനം മുന്നോട്ട് ഓടിക്കുകയായിരുന്നു. എന്നിട്ടും ഐവിൻ ഇറങ്ങാൻ തയ്യാറായില്ല. തൊട്ട് പിന്നാലെ മോഹൻ മാറി വിനയകുമാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നു. പിന്നീട് ഇയാളും വാഹനം ഓടിക്കുന്നു. അപ്പോഴും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ഭാവിയെക്കുറിച്ചോ ഒന്നും ഇവർ ആലോചിക്കുന്നില്ല. പരസ്പരം ഇവർ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവരുടെ മുന്നിലുണ്ടായിരുന്നത്. മർദ്ദിക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് ഈ വാഹനം ഓടിച്ച് ഈ ചെറുപ്പക്കാരന് അപകടം പറ്റുകയും മരണപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ടും വീട്ടിലെത്തിയ മോഹൻ ഇതൊന്നും കാണിക്കാതെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ശരി സഹിൻ.